Watch India's largest kids library only on Jio Hotstar. Download the app now. ഇതെന്താണ്? അല്ല, ജീവിതത്തിൽ ബഡ്ജറ്റ് തയ്യാറാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പൈസ ആവശ്യമില്ലാതെ ചിലവഴിക്കാൻ പാടില്ല. പൈസ ചേർത്ത് വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് അത് നമുക്ക് ഉപകരിക്കും. ബഡ്ജറ്റിന് ഇത്രയും നല്ല ഗുണങ്ങളോ? എങ്കിൽ പിന്നെ എല്ലാം ബഡ്ജറ്റ് ഇട്ട് തന്നെ ചെയ്തേക്കാം. എന്നാൽ ഫോൺ ചെയ്ത് ചോദിച്ചു നോക്കാം. ഹലോ സാർ, നിങ്ങൾ വളരെ നല്ല പുസ്തകമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ പുസ്തകം വീട്ടിനകത്തേക്ക് ഇട്ടിട്ട് പോയിക്കളഞ്ഞല്ലോ. വീട്ടിനകത്തേക്കൊന്നും വന്നില്ലല്ലോ. എങ്ങോട്ടും പോകാറില്ല. എന്റെ ആൾക്കാർ എല്ലാ വീട്ടിലും ബുക്ക് ഇടും. അവർക്ക് അത് ഉപയോഗപ്പെടുത്തേ എന്ന് വിചാരിച്ചു. സത്യമാണ്, വളരെ സത്യമാണ്. നിങ്ങൾ വളരെ നല്ല ആളാണ്. നഗരത്തിലുള്ള എല്ലാവർക്കും സേവിങ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ. നിങ്ങളാണ് ഈ നഗരത്തിന്റെ കമാൻഡർ, മേജർ, കേണൽ, എല്ലാം നിങ്ങളാണ്. ഓ, എന്ത് പറ്റി? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല. ഞാൻ കമാൻഡർ ആയപ്പോ തൊട്ട് കുഴപ്പമില്ല. വെരി ഗുഡ്. ഞാൻ നിങ്ങളെ ഫുർഫുറി നഗരത്തിന്റെ കമാൻഡറായിട്ട് അപ്പോയിന്റ് ചെയ്യാം. നിങ്ങൾ ഈ നഗരത്തിൽ മൊത്തം എല്ലാവർക്കും സേവിങ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഒന്നല്ലെങ്കിൽ സ്നേഹത്തോടെ, അല്ലെങ്കിൽ നിർബന്ധിച്ചിട്ട് എങ്ങനെയെങ്കിലും ചെയ്യിപ്പിക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾ ചെയ്യില്ലേ? ചെയ്യാന്നേ, തീർച്ചയായും ചെയ്യാം. സ്നേഹത്തോടെ അല്ല, നല്ല തേറി പറഞ്ഞ് എന്നെ ചെയ്യിപ്പിക്കും. എന്നിട്ട് ഞാൻ അവരെ പഠിപ്പിക്കും. അതേ മോട്ടു എന്ത് പഠിപ്പിച്ചു കൊടുക്കുമെന്നാ പറയുന്നേ? ഒന്നുമില്ല. ഈ വീട് മുഴുവൻ ലൈറ്റ് കത്തുന്നുണ്ടല്ലോ. ഈ ഫ്രിഡ്ജ് എന്തിനാ തുറന്നു വെച്ചിരിക്കുന്നത്? ചെല്ലത് പൊടിക്കേ. ബഡ്ജറ്റ് ഇട്ട് പഠിക്കാൻ നോക്ക്. മനസ്സിലായോ? അതേ മോട്ടു, പെട്ടെന്ന് എനിക്കിത് എന്താ പറ്റിയത്? ഇതിനു മുമ്പ് വീട്ടിലെ എല്ലാ ലൈറ്റുകളും ഓണായിട്ടല്ലേ കിടക്കുന്നത്. എന്റെ പത്തിലു ബഡ്ജറ്റ് ഇടാൻ പഠിക്കേ. ബഡ്ജറ്റ്. എന്റെ ദൈവമേ, ഈ പുതിയ നാടകം എന്തിനാ തുടങ്ങിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എടോ, താനെന്തിനാ 4 സമൂസയൊക്കെ കഴിക്കുന്നത്? നിന്റെ ഈ ശരീരത്തിന് 2 കഴിച്ചാ പോരെ? എന്തിനാ 4 എണ്ണം? പൈസ ചേർത്ത് വെച്ചൂടെ? ഫ്യൂച്ചറിൽ നിനക്കത് ഉപകരിക്കൂലേ? 4 സമൂസ കഴിച്ചാലോ നിന്റെ ശരീരം വീർത്ത് നീ ഒരു പൊണ്ണത്തടിയനാവും. പൊണ്ണത്തടിയനായാലോ പല രോഗങ്ങൾ വരും. രോഗങ്ങൾ വന്നാലോ നീ ചെന്ന് ഡോക്ടറെ കാണണം, ചികിത്സിക്കണം, അതിന് ഇഞ്ചക്ഷൻ എടുക്കണം. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് ആദ്യം ബഡ്ജറ്റ് ഇടൂന്നേ. ഇന്ന് ചായക്കട ചേട്ടാ 2 സമൂസ തിരിച്ചു തന്നിരിക്കുന്നു. നിക്ക്. നിന്റെ ശരീരത്തിന് 1 സമൂസ തന്നെ ധാരാളമാണ്. ചായക്കട ചേട്ടാ, ഇന്ന് ഇതുകൂടെ വെച്ചോളൂ. അതെ, ഇതെന്തായി ചെയ്യണ നിങ്ങള്? എനിക്ക് എന്തിനാ നഷ്ടം ഉണ്ടാക്കി വെക്കണേ? ഓട് ഇവിടുന്ന്, ഓട്. അതെ, ഇങ്ങോട്ട് ഇറങ്ങിയ ഓടിക്കാ ഇവിടുന്ന്. എന്റെ കച്ചവടം നശിപ്പിക്കാനായിട്ട് വന്നു കയറിയിരിക്കുക. അതേ മോട്ടു, എനിക്കിത് എന്താണ് സംഭവിച്ചത്? എന്റെ ഫേവറേറ്റ് മസാല ദോശ. അങ്ങനെയല്ല ചിങ്കം സാറേ, അങ്ങനെ ഇനി അത് കഴിച്ചാ മതി. എന്റെ അമ്മോ, ഇതാ പകുതി ദോശ. എന്താ മോട്ടു താനീ കാണിക്കുന്നത്? ചിങ്കം സാറേ, ഇത്രയും വലിയ ദോശ കഴിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ? പകുതി കഴിച്ചാ മതി, പകുതി. അതെ മോട്ടു, നിർത്ത്. ഇവിടെയും കൂടെ നീ തുടങ്ങല്ലേ പ്ലീസ്. എന്റെ മോട്ടു, നീ അങ്ങനെ ചെയ്യല്ലേ. ദോശ കഴിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ കൺട്രോള് വിട്ടു പോകും. എനിക്ക് ഇഷ്ടപ്പെട്ടത് മസാല ദോശയാണ്. എനിക്കത് മുഴുവനും കഴിക്കണം. ചിങ്കം സാറേ, നിങ്ങൾ ഇവിടുന്ന് നടന്ന് വീട്ടിലേക്ക് പോയാൽ മതി. എങ്കിൽ നിങ്ങൾക്ക് പെട്രോൾ ലാഭിക്കാം. പകുതി ദോശ കഴിച്ചാലോ നിങ്ങൾക്ക് പൈസയും ലാഭിക്കാം. ദോശ പകുതി കഴിക്കുന്നത് പോലെ ദാഹിക്കുമ്പോഴൊക്കെ വെള്ളവും പകുതി ഗ്ലാസ് കുടിച്ചാൽ മതി. നിർത്ത. എനിക്കിനി കേൾക്കാൻ കഴിയില്ല. നിന്റെ ഉപദേശം ഒരുപാട് കൂടിപ്പോയി. ഒന്ന് നിർത്തുന്നുണ്ടോ? ദേഷ്യപ്പെട്ടൂടാ. ഇനി മോട്ടൊരു അക്ഷരം മിണ്ടിയാൽ അപ്പവൻ വിവരം അറിയും. ഇനി അവൻ ഇതും പറയും. നാളെ മുതൽ പകുതി ഡ്രസ് ഇട്ടോണ്ട് വന്നാ മതിയെന്ന്. മണ്ടൻ. വെരി ഗുഡ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു ചിക്കം സാറേ. പകുതി പാന്റും പിന്നെ പകുതി ഷർട്ടും ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ ബഡ്ജറ്റ് ഇട്ട് ജീവിക്കണം. ഇതെന്താ നാരങ്ങയോ? എന്റെ അമ്മോ. ഇവിടുന്ന് വേഗം ഇറങ്ങ. ഒരു മിനിറ്റ്, ആദ്യം ഞാൻ ഈ ഫോൺ ഒന്ന് എടുക്കട്ടെ. യെസ് സർ, കമാൻഡർ ബഡ്ജറ്റ് മോട്ടു ഫുർഫുറി നഗർ സ്പീക്കിംഗ്. കമാൻഡർ മോട്ടു, ശ്രദ്ധിച്ച് കേൾക്കൂ. ഞാൻ നിങ്ങൾക്ക് സേവിംഗ് ബാങ്കിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. ഓക്കെ സർ, വെരി ഗുഡ് സർ. ഞാൻ എല്ലാവരോടും പറയാം.
പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കൂ. നമ്മുടെ ബഡ്ജറ്റ് ബാങ്കിൽ നമുക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് തരാൻ പോവുകയാണ്. മറ്റുള്ള ബാങ്കുകളിൽ 7% ബഡ്ജറ്റ് ബാങ്ക് നമുക്ക് തരുന്നു 14% ഇൻട്രസ്റ്റ്. മാത്രമല്ല ബഡ്ജറ്റ് ബാങ്ക് ഈ ഇൻട്രസ്റ്റിന് വീണ്ടും ഒരു ഇൻട്രസ്റ്റ് ഇട്ട് തരുന്നതായിരിക്കും. അതുപോലെ ഈ ബഡ്ജറ്റ് ബാങ്കിൽ നിങ്ങളുടെ സ്വർണവും വെള്ളിയും കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ അതിന് വേറെ തന്നെ ഇൻട്രസ്റ്റും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇൻട്രസ്റ്റ് ഒരുപാട് കൂടുതലാണല്ലോ. ഉറപ്പായിട്ടും ഞാൻ ഇതിൽ തന്നെ കാശിടും. നിർത്ത്. ആദ്യം ബാങ്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കൂ. അതെ, സേവിങ്സ് ബാങ്ക്. വെൽക്കം സാർ. സാർ ഇതെന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടോളൂ. ജോൺ ആകാൻ പോകുന്നു ഡോൺ, ജോൺ ആകാൻ പോകുന്നു ഡോൺ. ഇതിനുശേഷം മോട്ടു എല്ലാന്റെ കയ്യിൽ നിന്നും അടി മേടിക്കാൻ പോകുന്നു. അത് കണ്ട് ഞാൻ സന്തോഷപ്പെടാൻ പോകുന്നു. ഒരു പത്ലു, നമുക്ക് ചെന്ന് ആ ബാങ്ക് മാനേജറോട് ചോദിക്കാം ഇവിടെയുള്ള ജനങ്ങൾ എന്തുമാത്രം സ്വർണവും കാശും നിക്ഷേപിച്ചിട്ടുണ്ടെന്ന്. അയ്യോ, അത് ഈ ബാങ്കിൽ പോയി. അയ്യോ, എന്ത് ചെയ്യും? ഈ ബാങ്ക് എവിടെ പോയി? ഇവരുണ്ടായിരുന്ന ബാങ്ക് എവിടെ? നിന്റെ വാക്ക് കേട്ടുകൊണ്ടാണ് ഞാൻ എന്റെ സകല സമ്പാദ്യവും ഈ ബാങ്കിൽ നിക്ഷേപിച്ചത്. ബാങ്ക് നിങ്ങൾ എവിടെയാണ്? ഞങ്ങളെ ചീറ്റ് ചെയ്തു. സേവിങ്സിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളെ നിങ്ങൾ വിട്ടിയാക്കി. അത് നിർത്തൂ. മോട്ടോ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല. വേറെ ആരെങ്കിലും ആയിരിക്കും ചെയ്തത്. ഇവരെ വെറുതെ വിടാൻ പാടില്ല. വെറുതെ വിടരുത്. അതെ, ബഡ്ജറ്റ് ഇടൂ, ബഡ്ജറ്റ് ഇടൂ. എല്ലാ ദേഷ്യവും ഒറ്റയടിക്ക് ഇങ്ങനെ തീർത്ത് കളയാതെ അത് കുറച്ച് സേവിങ്സിൽ ഇടൂ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫ്യൂച്ചറിന് അത് ഉപകരിക്കൂ. നമ്മളെ വിഡ്ഢികളായിക്കൊണ്ട് അവൻ നിന്ന് പ്രസംഗിക്കുന്നു. അതെ, അവന്മാരെ നിക്കവിടെ. നിങ്ങൾ അങ്ങനെ ഓടാൻ സമ്മതിക്കില്ല. ഞങ്ങൾ അങ്ങനെ വിട്ടിയാക്കിയിട്ട് നിങ്ങൾ ഓടണ്ട. അത് ശരി. അപ്പൊ ഇവിടെ ഉണ്ടോ? സാർ, നിങ്ങൾ വന്നത് നന്നായി. അവന്മാരൊക്കെ ഞങ്ങൾ തല്ലാൻ വരുന്നു. ഞാനും നിങ്ങളെ പിടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. എല്ലാരും പണം നിങ്ങൾ മോഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ചിങ്കത്തെടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. അറിയാമല്ലോ, എംപോസിബിള്. മോട്ടു പത്ലു, സത്യം പറ, എവിടെയാണ് എല്ലാരും പൈസ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പൈസ 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 പൈസ. ചിങ്കം സാറേ, ഞങ്ങൾ വിശ്വസിക്കൂ, ഞങ്ങൾ അത്തരക്കാരല്ല. ആ ബഡ്ജറ്റ് പുസ്തകം തന്നെ ആളുണ്ടല്ലോ. എനിക്ക് എങ്ങനെ അറിയാനാ സാറേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്? ആരായിരുന്നു അത്? എനിക്കറിയില്ല. ഞാൻ ഫോണിൽ കൂടെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. മോട്ടു നിന്നെ എല്ലാരും എപ്പോഴും പൊട്ടം കളിപ്പിക്കാറുണ്ട്. ശരി, പോട്ടെ. ഒരു കാര്യം ചെയ്യേ, നീ അവന് ഫോൺ ചെയ്യേ. എന്നിട്ട് നമുക്ക് ഗസ് ചെയ്യാം അവൻ ആരാണെന്ന്. എന്റെ അമ്മോ, ഇതാ ജോൺ ദ ഡോൺ ദ നമ്പർ ആണല്ലോ. ഈ നമ്പർ അവന്റെ പേരിലാണ് രജിസ്റ്റർ ആയിരിക്കുന്നത്. ഐഡിയ. അവനെ ജോൺ, എന്നെ രക്ഷിക്കൂ. ബഡ്ജറ്റ് ബാങ്ക് ദിവാലായിരിക്കുകയാണ്. നഗരത്തിലെ ജനങ്ങൾ മുഴുവനും എന്നെ അന്വേഷിക്കുകയാണ്. എന്നെ രക്ഷിക്കൂ. എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ ജോണ്. മോട്ടു, എന്താ നീ പറയുന്നത്? നീ ഇവിടുന്ന് പോവാൻ നോക്ക്, അല്ലെങ്കിൽ എല്ലാവരും എന്നെയും തല്ലും. എനിക്ക് അതിന്റെ ആവശ്യമില്ല. എങ്കിൽ ഞാൻ പോവാണ്. പക്ഷെ നീയേ ആരോടും പറയരുത് കേട്ടോ. ഞാൻ നിന്നെ ഇതുവരെ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞോളാം. എങ്കിൽ ശരി, എങ്കിൽ ശരി. താങ്ക് യു ജോൺ. വിടാൻ പാടില്ല. ജോൺ, മോട്ടു ഇവിടെ വന്നിരുന്നോ? വന്നിട്ടില്ലല്ലോ, വന്നിട്ടില്ല. നീ വെറുതെ കള്ളം പറയല്ലേ. ബാങ്കിലത്തെ പണം മോട്ടു മോഷ്ടിച്ച് അവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. നീ അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. സത്യം പറ, അവൻ എവിടെയാണ്? ഇല്ല ഇല്ല സാർ, മോട്ടു ഇവിടെ വന്നിട്ടേ ഇല്ല. അതെ സാർ. അങ്ങനെയാണോ?
അപ്പൊ മോട്ടോ ഇവിടെ വന്നിട്ടേ ഇല്ല അല്ലേ? അപ്പൊ മോട്ടോവിന്റെ സൂട്ട് കേസ് ഇവിടെ എങ്ങനെ എത്തിയത്? ഇത് എവിടുന്ന് വന്നു? അപ്പൊ ഇവനാണ് മോട്ടുവിനെ ഒളിച്ചു വെച്ചിരിക്കുന്നത്. ഇവനെ വെറുതെ വിടാൻ പാടില്ല. അടിക്കുന്ന ഇയാളെ. അടിക്ക്, അടിക്ക്. വെറുതെ വിടരുത്. അടിക്കണം. എനിക്കറിയില്ല. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. പിന്നെ നമ്പർ 1 നമ്പർ 2 മര്യാദയ്ക്ക് പറയൂ, ജോൺ മോഷ്ടിച്ച ആഭരണങ്ങളും പണവും ഒക്കെ എവിടെയാണെന്ന്. ഇല്ലെങ്കിൽ ജോണിന് ഇപ്പോൾ എന്താണോ സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുക. മോട്ടു, ഈ മാപ്പ് കണ്ടോ? ഇത് പരിശോധിക്കുക, എന്നിട്ട് ഞങ്ങളെ വെറുതെ വിട്. Thank you, അയ്യോ, മുട്ടു പത്രു. പത്രു. ഓ, ഓ, ഓ. എന്നെ ഇങ്ങനെ നിങ്ങൾ ചീറ്റിംഗ് ചെയ്തല്ലോ. ഇത് ചീറ്റിംഗ് ആണ്, ചതിയാണ്. Watch India's largest kids library only on Geo Hotstar. Download the app now.